ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചെമ്മീൻ വെച്ചിട്ടൊരു റോസ്റ്റ് പോലെ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടത് എന്താണെന്ന് നമുക്കറിയണ്ടേ? റോസ്റ്റ് അല്ല, ഒരു ചെമ്മീൻ വറ്റിച്ച് വെച്ചത്. ഞാൻ സ്ഥിരം വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ചെമ്മീൻ കറി പോലെ വറ്റിച്ച് വെച്ചൊരു സംഭവമാണിത്. അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ, കുറച്ച് ചെമ്മീനാണ്. കുറച്ചെന്ന് വെച്ചാൽ ഒരു 200 ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനാണ്, അത് ഞാൻ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും, പിന്നെ കുറച്ച് വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ എരിവിന് വേണ്ടി പച്ചമുളകും. എരിവിന് ആവശ്യമായ പച്ചമുളക് വേണ്ടത്. ഇതിൽ കുരുമുളകോ മുളക് പൊടിയോ കൂടുതൽ ചേർക്കുന്നില്ല, കാരണം ഇത് പിള്ളേരെ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട്. എരിവ് ഇഷ്ടമല്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഉള്ളി എടുത്തു, മുളക് എടുത്തു, വെളുത്തുള്ളി എടുത്തു, ചെമ്മീൻ എടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി ഇട്ട് മിക്സാക്കി കൊടുക്കാം. നമുക്ക് ചെമ്മീനൊക്കെ ഫ്രൈ ആക്കുന്ന രീതിയിലുള്ള മുളക് പൊടിയില്ലേ, അതൊക്കെ അതെടുത്തിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് നന്ന മിക്സായി വെച്ച് നമുക്കത് ഫ്രൈ ആക്കണ്ടേ. അപ്പോൾ ഒരു പാൻ വെച്ചു പാത്രത്തിലേക്ക്. മൺചട്ടിയാണ്. ഈ മൺചട്ടീൻ്റെ ഒരു കഥയുണ്ട്. മാടായി കാവില്ലേ, മാടായി കാവിൽ പൂരം നടക്കുന്ന സമയത്ത് ചന്ത ഉണ്ടാവാറുണ്ട്. അപ്പോൾ ചന്തയിൽ ഇഷ്ടംപോലെ ചട്ടികളുണ്ടായി. അപ്പോൾ ആ വഴി പോയപ്പോൾ ചന്ത കണ്ടു. അപ്പോൾ നല്ലൊരു ചട്ടി കൗതുകം തോന്നിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു പാചകം ചെയ്യാൻ തോന്നി. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ ആക്കുമ്പോൾ ചെമ്മീൻ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ ഈ പാത്രത്തിൽ ഉണ്ടാക്കാറ്. അപ്പോൾ പാത്രത്തിൽ എണ്ണ ഒഴിച്ചു, അത് നമ്മൾ ചെമ്മീൻ ഒഴിച്ച് വെച്ചു, മിക്സാക്കി. എന്നിട്ടിത് മൂടി വെക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ചെമ്മീൻ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ വരും, ആ വെള്ളം മാത്രം മതി. നമ്മൾ ആ വെള്ളം വറ്റുന്നവരെ വേവാൻ വെക്കാം. ഇത്രയേ പണിയുള്ളൂ. ഇത് നമ്മുടെ ചെമ്മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മേലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ സൂപ്പ് നല്ല ടേസ്റ്റാണ്. വേറെ എരിവ് കാര്യങ്ങൾ വേറെ മസാല ഒന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. വേറെ വീടുമായി വീണ്ടും വരുമ്പോൾ അത് വരും.